Dear students, today's class QT 9.3 discusses computation of z value when area or probability is given. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് റാൻഡം വേരിയബിൾ വാല്യൂ അതായത് എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യാനും ആ സെഡ് വാല്യൂ കണ്ടുപിടിച്ച ശേഷം അത് ഉപയോഗിച്ച് ടേബിളിൽ നിന്നും ഏരിയ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുമാണ് ഇതുവരെ പഠിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട് എങ്കിൽ, ഏരിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ ആ ഏരിയ ഉപയോഗിച്ച് തിരിച്ച് സെഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ സെഡ് വാല്യൂവിൽ നിന്ന് റാൻഡം വേരിയബിൾ വാല്യൂ ആയ എക്സ് വാല്യൂയിലേക്ക് പോകുക. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ 5000 applicants have appeared. Their average mark was 62 and standard deviation was 12. If there are only 100 vacancies, find the minimum mark that one should score in order to get selected. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് 5000 അപ്ലിക്കൻസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അവരുടെ ആവറേജ് സ്കോർ, എക്സാമിനേഷന് കിട്ടിയിരിക്കുന്ന ആവറേജ് സ്കോർ 62 ആണ്. മാർക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. പക്ഷേ 100 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി മിനിമം മാർക്ക് ദാറ്റ് വൺ ഷുഡ് സ്കോർ ഇൻ ഓർഡർ ടു ഗെറ്റ് സെലക്റ്റഡ്. അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തുന്ന 100 പേർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. കാരണം 100 വേക്കൻസീസേ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പിലുള്ള 100 ആൾക്കാർക്ക് ജോലി ലഭിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം മാർക്ക് എത്രയാണ് ഈ ജോലി ലഭിക്കണേ, സെലക്ഷൻ കിട്ടണമെങ്കിൽ മിനിമം മാർക്ക് വേണ്ട എത്ര? അതായത് ആ റാങ്ക് ലിസ്റ്റിൽ 100ാമത്തെ ആൾക്ക് വരെ ജോലി ലഭിക്കും. അപ്പോൾ ആ 100ാമത്തെ ആളുടെ മാർക്കായിരിക്കും ആ സെലക്ട് ആവുന്ന 100 പേരിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾ 100ാമത്തെ ആളിനായിരിക്കും. ഓക്കെ, ആ 100ാമത്തെ ആളിന് വേണ്ട ആ മിനിമം മാർക്ക് എത്രയാണ് സെലക്ട് ചെയ്യപ്പെടാൻ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 100 വേക്കൻസീസ് ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് വേക്കൻസീസ് 100 ആണ്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് ടോട്ടൽ അപ്ലിക്കൻസിൻ്റെ എണ്ണം എത്രയാണ്? 5000 അപ്ലിക്കൻസ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ 5000 അപ്ലിക്കൻസിൽ 100 ആൾക്കാർക്ക് മാത്രമേ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2%, 2% ആൾക്കാർക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുകയുള്ളൂ. ശരിയല്ലേ? അതായത് 0.02 ആൾക്കാർക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുകയുള്ളൂ. ശരിയാണല്ലോ. ഈ 2% എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കർവ് വരയുകയാണെങ്കിൽ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് മുതൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെയുള്ള 5000 ആൾക്കാരുടെ മാർക്ക്, ആ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ഇത്. 5000 അപ്ലിക്കൻസിൻ്റെ മാർക്ക് ഉൾക്കൊള്ളുന്ന ആ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ഈ നോർമൽ കർവ്. ശരിയാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയ 2% അല്ലെങ്കിൽ 100 പേര് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയതായതുകൊണ്ട് എവിടെയായിരിക്കും ഉണ്ടാകുക? ഈ ഏറ്റവും വലതു ഭാഗത്ത്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടിയിട്ടുള്ള 100 പേർക്കാണ്. അപ്പോൾ ഇവിടെയാണ് ആ 100 പേരുണ്ടാവുക. ഇതാണ് 2% എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇത് 2% എങ്കിൽ 0ൻ്റെ വലത് ഭാഗത്ത് ബാക്കി വരുന്ന റിമൈനിങ് ഏരിയ എന്ന് പറയുന്നത് 0.48 ആയിരിക്കും. ശരിയാണല്ലോ. 0.48 ഏരിയ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ സെഡ് വാല്യൂ എത്രയാണ് വരുന്നത് എങ്കിൽ നമുക്ക് ആ സെഡ് വാല്യൂവിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ നമുക്കറിയാം 0.48 ആണ്. അപ്പോൾ ആ ഏരിയ അറിയാമെങ്കിൽ നമുക്കിവിടെ വേണ്ട സെഡ് വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടേബിൾ നോക്കുക, ടേബിളിനകത്തുള്ള ഏരിയ നോക്കുക. 0.48 ഏറ്റവും അടുത്ത് വരുന്നത് നോക്കുക. 0.48 ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെഡ് 2.05ലാണ് 0.48 വരുന്നതെന്ന് കാണാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ടേബിളിനകത്ത് ഇത് ഏരിയയാണ് 0.48.
ആ ടേബിളിനുള്ളിലുള്ള ഏരിയ 0.48 ഏറ്റവും അടുത്ത് വരുന്ന എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് വേണം സെഡിൻ്റെ വാല്യൂ, ലെഫ്റ്റ് സൈഡിലോട്ട് സെഡിൻ്റെ വാല്യൂ, അതുപോലെ മുകളിൽ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ടുള്ള ആ വാല്യൂം വെച്ച് 2.05 എന്ന് നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ സെഡ് വാല്യൂ ആണ് ഇവിടെ 2.05. ഓക്കെ, ഈ സെഡ് വാല്യൂ 2.05 ആണ് എങ്കിൽ സെഡ് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ആയിരുന്നു. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ് സെഡ്. ആ സെഡ് ആണ് 2.05. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് മ്യൂ, ഇവിടെ മ്യൂ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയാം. എക്സ് മൈനസ് 62 ആണ് മ്യൂ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്, ഈക്വൽ ടു 2.05. എക്സ് മൈനസ് 62 ഈസ് ഈക്വൽ ടു 2.05 ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ 12 എന്നുള്ള ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡ് പോകുമ്പോൾ ഇൻറ്റു 12 എന്ന് വരും, 24.6. അപ്പോൾ എക്സ് മൈനസ് 62 ഈക്വൽ ടു 24.6 ആണ്. അങ്ങനെയാകുമ്പോൾ എക്സ് ഈക്വൽ ടു 24.6 പ്ലസ് 62 86.6. അപ്പോൾ ഇവിടെ സെഡ് വാല്യൂ നമ്മൾ പറഞ്ഞു 2.05 ആണ് സെഡ് വാല്യൂ. ആ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ, റാൻഡം വേരിയബിൾ വാല്യൂ ഇവിടെ വരിക 86.6 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെയുള്ള സെഡ് സ്കെയിലുള്ള വാല്യൂ ആണ് 2.05. അതിന് നമ്മുടെ ഒറിജിനൽ വാല്യൂ മാർക്ക് എന്ന് പറയുന്നത് 86.6 ആണ് വരിക. ഓക്കെ, അപ്പോൾ മിനിമം മാർക്ക് റിക്വയർഡ് ഫോർ സെലക്ഷൻ 86.6. 86.6 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് സെലക്ട് ആവുന്നത്. അല്ലെങ്കിൽ 100 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും 100ാമത്തെ ആളിന് കിട്ടുന്ന, സെലക്ട് ചെയ്യപ്പെട്ട 100ാമത്തെ ആളിൻ്റെ മാർക്ക് 86.6 മാർക്കാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഏരിയ അറിയാം, ഈ 2% ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഏരിയയും അറിയാം. ഈ ഏരിയ ഉപയോഗിച്ച് ഇവിടെയുള്ള സെഡ് വാല്യൂ കിട്ടി. സെഡ് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എക്സ് വാല്യൂ, റാൻഡം വേരിയബിൾ വാല്യൂ ആയ മാർക്ക് എന്ന 86.6 എന്ന മാർക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി വീക്ക്ലി വേജസ് ഓഫ് 1000 വർക്ക്മെൻ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് എ മീൻ ഓഫ് ₹70 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ₹5. Estimate the number of workers whose weekly wages will be between 70 and 72. Also estimate the lowest wage of the 100 highest paid workers. 2 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 1000 വർക്കേഴ്സ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ വേജസ്, അവരുടെ ആവറേജ് വേജ് വരുന്നത് 70 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. ഓക്കെ, estimate the number of workers whose weekly wages will be between 70 and 72. 70ക്കും 72നും ഇടയിൽ വേജസ് കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ 70ക്കും 72നും ഇടയിൽ വേജ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് കാണണം. ആ ഏരിയ കണ്ടുപിടിക്കണം, അതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ക്ലിയർ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വേജസ് ബിറ്റ്വീൻ ₹70 ആൻഡ് ₹72 അതാണ് കാണുന്നത്. എക്സ് 70 ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ 0 ആണ് വരുന്നത്. എക്സ് 72 ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ 0.4. അപ്പോൾ സെഡ് 0യ്ക്കും 0.4നും രണ്ടും പോസിറ്റീവാണ്, അല്ലെങ്കിൽ 0യും ഇത് 0.4 എന്നുള്ള പോസിറ്റീവ് വലതുഭാഗത്ത് വരും. അപ്പോൾ ഈ സെഡ് 0.4 ആകുമ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാം. ഏരിയ 0.1554 ആണ്. ഓക്കെ, അപ്പോൾ 0.1554 ആണ് സെഡ് 0.4 ആകുന്ന സമയത്ത്. അപ്പോൾ 0 മുതൽ 0.4 വരെയുള്ള ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ മൊത്തമുള്ള വർക്കേഴ്സ് 1000 ആണെങ്കിൽ വർക്കേഴ്സിൻ്റെ ആ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 1000. അപ്പോൾ 155.4 ആണ്. 0.4 ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. നമുക്ക് റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു സംഖ്യയായിട്ട്, ഡെസിമൽ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്പർ ഓഫ് വർക്കേഴ്സാണ്. അപ്പോൾ നമ്മൾ 155 എന്ന് പറയും. 155 വർക്കേഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 170നും 72നും ഇടയിൽ വേജസ് ലഭിക്കാൻ സാധ്യതയുള്ളത് 155 വർക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അത് നമ്മളിപ്പോൾ പഠിച്ചതുപോലെയുള്ളതാണ്. ഓൾസോ എസ്റ്റിമേറ്റ് ദി ലോവസ്റ്റ് വേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോവസ്റ്റ് വേജ് ഓഫ് ദി 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ്.
100 ഏറ്റവും കൂടുതൽ വേജസ് കിട്ടുന്ന 100 പേരിൽ ഹയസ്റ്റ് പെയ്ഡ് 100 വർക്കേഴ്സിൽ ലോവസ്റ്റ് വേജ് എത്രയാണ്? അതായത് ഏറ്റവും കൂടിയ വേജ് കിട്ടുന്ന 100 പേരിൽ ആ 100ാമത്തെ ആളിന് കിട്ടുന്ന വേജാണ് അറിയേണ്ടത്, കുറഞ്ഞ വേജുള്ളത്. ഓക്കെ, അപ്പോൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് കിട്ടുന്ന ആളെ ഒന്നാമതായിട്ട്, തൊട്ട് താഴെ രണ്ടാമതായിട്ട്, അങ്ങനെ 100 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 100ാമത്തെ ആളിൻ്റെ വേജിനെയാണ് നമ്മൾ പറയുക ലോവസ്റ്റ് വേജ് ഓഫ് ദി ഹയസ്റ്റ് 100 ഹയസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ്. ഏറ്റവും കൂടിയ വേജ് കൊടുക്കുന്ന 100 പേരിൽ 100ാമത്തെ ആളുടെ വേജ്, അതായത് കുറഞ്ഞ വേജ് എത്രയാണ്. ഓക്കെ, അപ്പോൾ മൊത്തം ഉള്ളത് 1000 വർക്കേഴ്സാണ്. അതിൽ 100 പേർക്ക് ഏറ്റവും കൂടുതൽ വേജസ് കൊടുക്കുന്ന 100 പേരെന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1000ൽ 100 എന്ന് പറഞ്ഞാൽ 10% ആണ്. 10% എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടിയ വേജ് കൊടുക്കുന്ന, ഇവിടെ ഈ ഭാഗത്താണ് വരിക, നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ, അതായത് 0.1. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ബാക്കി വരുന്ന ഭാഗം 0.4 ആണ്. ഈ 0.4 ടേബിളിനകത്ത് നോക്കുക, 0.4 ഏരിയയാണ് ഉള്ളിലുള്ള വാല്യൂസ്, ടേബിളിന് ഉള്ളിലുള്ള വാല്യൂസ് 0.4 ഏറ്റവും അടുത്ത് വരുന്ന Z വാല്യൂ കണ്ടുപിടിക്കുക. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത വാല്യൂ വരുന്ന 1.28 ആണെന്ന് കാണാം. Z 1.2. അപ്പോൾ ഇവിടെ വരുന്ന Z-ൻ്റെ വാല്യൂ 1.28. ഈ 1.28ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേജസ് ആണ്, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ വാല്യൂ ആണ്, X ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 1.28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. X മൈനസ് മ്യൂ എന്ന് പറയുന്നത് 70 ആണ്. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്, അതാണ് 1.28. അങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ Xൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 76.4. അപ്പോൾ ഏറ്റവും കൂടിയ വേജസ് കൊടുക്കുന്ന 100 വർക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ 100ാമത്തെ ആളിന് കിട്ടുന്ന, അതിൽ ആ 100ൽ ഏറ്റവും കുറവ് വേജസ് ഉള്ള ആൾക്കാർ എത്രയാണ്? 76.4 ആണ് അവരുടെ വേജസ്. 76 രൂപ 40 പൈസയായിരിക്കും അവരുടെ വേജസ് വരിക, 100ാമത്തെ ആളുടെ വേജ്. ഓക്കെ, ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. The heights of 1000 cakes baked with a certain mix have a normal distribution with a mean of 5.75 cm and standard deviation of 0.75 cm. Find the number of cakes having height between 5 cm and 6.25 cm. Also find the maximum height of the flattest 200 cakes. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. നോക്കൂ, ഹൈറ്റ് ഓഫ് 1000 കേക്ക്സ്, ഒരു പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുകയാണ്. ആ കേക്കിൻ്റെ ഹൈറ്റ്, ഉയരം, കനം, അത് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 5.75 സെൻറ്റിമീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.75 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി നമ്പർ ഓഫ് കേക്ക്സ് ഹാവിങ് ഹൈറ്റ് ബിറ്റ്വീൻ 5 സെൻറ്റിമീറ്റർ ആൻഡ് 6.25 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്ററിനും 6.25 സെൻറ്റിമീറ്ററിനും ഇടയിൽ എത്ര എണ്ണം കേക്കുകൾ ഉണ്ടാകും ഈ രണ്ട് ഹൈറ്റിന് ഇടയിലുള്ളത്? മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഹൈറ്റ് x5ഉം x6.25ഉം ആകുന്ന സമയത്ത് അതിൻ്റെ Z വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പ്രോബബിലിറ്റി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കേസും കിട്ടും. അപ്പോൾ x5 ആകുന്ന സമയത്ത് Z വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ -1 കിട്ടും. x 6.25 സെൻറ്റിമീറ്റർ ആകുമ്പോൾ Z വാല്യൂ 0.67. ക്ലിയർ? അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കുക, ഇവിടെ Z x 5 സെൻറ്റിമീറ്ററിനും 6.25 സെൻറ്റിമീറ്ററിനും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z -1നും +0.67നും ഇടയിലുള്ള ഏരിയ. അപ്പോൾ 1ൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.3413 കിട്ടും. 6.7ൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 0.2486 കിട്ടും. ഈ മൈനസ് വാല്യൂവിനും ഈ പ്ലസ് വാല്യൂവിനും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ആഡ് ചെയ്യണം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0.5899 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി. അതായത് 5 സെൻറ്റിമീറ്ററിനും 6.25 സെൻറ്റിമീറ്ററിനും ഇടയിൽ കേക്ക് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയാണിത്. 1000 കേക്ക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു 1000 ആണ്. 589.9 മീൻസ് 590. ഏകദേശം
590 കേക്കുകൾ, 1000 കേക്കിൽ 590 കേക്കുകളും എത്ര ഹൈറ്റുള്ളതായിരിക്കും? 5 സെൻറ്റിമീറ്ററിനും 6.25 സെൻറ്റിമീറ്ററിനും ഇടയിൽ ഹൈറ്റ് ഉള്ളതായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾസോ ഫൈൻഡ് ദി മാക്സിമം ഹൈറ്റ് ഓഫ് ദി ഫ്ലാറ്റസ്റ്റ് 200 കേക്ക്സ്. എന്താ ഈ മാക്സിമം ഹൈറ്റ് ഓഫ് ദി ഫ്ലാറ്റസ്റ്റ് 200 കേക്ക്സ് എന്ന്? ഫ്ലാറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പരന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം വളരെ കുറഞ്ഞിട്ടുള്ള, ഏറ്റവും കുറവ് ഹൈറ്റുള്ള എന്നർത്ഥം. ഏറ്റവും കുറവ് ഹൈറ്റുള്ള 200 കേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ 200 കേക്കിൽ മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്ന് പറഞ്ഞാൽ 1000 കേക്കിൽ 200 കേക്ക്, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 200 കേക്ക് എന്ന് പറഞ്ഞാൽ 200 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ആണ്. അത്രയും ശതമാനം വരും. നോക്കൂ എത്ര ശതമാനം വരും? 20% വരും. 20%, അതായത് 0.2. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കുറവുള്ളതാണ് 0.2. അപ്പോൾ 0.2 എന്ന് പറയുന്നത് ഇത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഏരിയ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞു. അപ്പോൾ ഹൈറ്റ് ഇങ്ങനെ കൂടി ഏറ്റവും ഹൈറ്റ് കുറവുള്ള 20%ത്തിൽ ഹൈറ്റ് കൂടുതലുള്ളത് ഇവിടെ ഈ പോയിന്റിലുള്ളതായിരിക്കും. എ എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലുള്ളതായിരിക്കും. അപ്പോൾ 0.2 ആണ് ഈ ഏരിയ എങ്കിൽ ഇവിടെ 0.3 ആണെന്നറിയാം. ഈ ഏരിയ ടേബിളിനുള്ളിൽ ഈ ഏരിയ 0.3 എന്ന് പറയുന്ന ഏരിയ ഏറ്റവും അടുത്തായിട്ട് വരുന്ന Z വാല്യൂ കണ്ടുപിടിക്കുക. Z വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 0.84 ആണ് കിട്ടുന്നത്. ഇവിടുത്തെ Z വാല്യൂ 0.84 ടേബിൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ -0.84 എന്ന് കൊടുക്കും. ഇവിടെ 0.84 ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതുകൊണ്ട് -0.84 എന്ന് കൊടുക്കും. ക്ലിയർ? അപ്പോൾ Z വാല്യൂ -0.84 ആണ്. അപ്പോൾ ഈ Z വാല്യൂ എങ്ങനെയാണ് കാണുക? x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. x മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു 5.75 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.75 ആണ്, ഈക്വൽ ടു -0.84. അപ്പോൾ x മൈനസ് 5.75 ഈക്വൽ ടു -0.84 ഇൻറ്റു 0.75 ഈക്വൽ ടു -0.63 വരും. ദെർഫോർ x ഈക്വൽ ടു -0.63, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 5.75, അപ്പോൾ 5.12 വരും. അപ്പോൾ ഇവിടെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഫ്ലാറ്റസ്റ്റ് ആയിട്ടുള്ള 200 കേക്ക് എടുത്താൽ, ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ പരന്നിട്ടുള്ള, ഹൈറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള, ലോ ഹൈറ്റുള്ള 200 കേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹൈറ്റ് കൂടിയത് ഇവിടെയുള്ള കേക്കായിരിക്കും, ഈ പൊസിഷനിൽ വരുന്ന കേക്ക്. ആ കേക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.12 സെൻറ്റിമീറ്റർ ആയിരിക്കും. മാക്സിമം ഹൈറ്റ് ഓഫ് ദി ഫ്ലാറ്റസ്റ്റ് 200 കേക്ക്. ഫ്ലാറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള, ഫ്ലാറ്റ് ആയിട്ടുള്ള, പരന്ന, നിരപ്പായിട്ടുള്ള. ഓക്കെ, ആ 200 ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 200 കേക്കിൽ മാക്സിമം ഹൈറ്റ് ഇവിടെ വരുന്നതാണ്. ഈ കേക്കിൻ്റെയും ഈ പൊസിഷനിൽ ഈ എ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള കേക്കിൻ്റെ ഹൈറ്റ് 5.12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. വിശദമായിട്ട് ഇത് വളരെ രസകരവും വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.